ഞാൻ ജയപ്രകാശ്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തുടർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച രാവിലെ ഏകദേശം സമയം 5:30 ആയിരിക്കുന്നു. അമ്പലത്തിൽ നിർമാല്യ പൂജയ്ക്ക് വേണ്ടിയിട്ട് പാല് കറന്നതിന് ശേഷം പശുവിനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നതും അതിനെ തൊട്ട് നമസ്കരിക്കുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ദർശനത്തിന് വേണ്ടി ക്യൂ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങളെല്ലാം ക്യൂവിൽ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് തന്നെ നിർമാല്യ പൂജ ആരംഭിക്കും. ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന ഗ്രന്ഥങ്ങളും ലിഖിതങ്ങളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ മറ്റ് തെളിവുകളും അനുസരിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നൂറ്റാണ്ടുകളായി ദേവീശക്തിയുടെ ആരാധനയുടെ കേന്ദ്രമായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇവിടെ നിന്ന് കണ്ടെത്തിയ ഒരു പുരാതന ലിഖിതത്തിൽ AD 1481 ശക്തിയുടെ ഉറവിടത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ലിംഗരൂപത്തിലുള്ള ശ്രീ മൂകാംബിക ദേവി എല്ലാത്തരം ജീവജാലങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകരുമായി ആദിശക്തിയാണ്. ഈ ക്ഷേത്രത്തിന് നിരവധി തദ്ദേശീയ രാജാക്കന്മാർ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരിൽ പ്രമുഖരാണ് കേളടി രാജവംശത്തിലെ രാജാക്കന്മാർ. അവർ ദേവിക്ക് വൈവിധ്യമാർന്ന ആരാധനകൾ അർപ്പിച്ചു വരുന്നു. കേളടി രാജവംശത്തിലെ പ്രമുഖ രാജാക്കന്മാരായ ശങ്കണ്ണ നായകയും ശിവപ്പ നായകയും ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി സംഭാവനകൾ നൽകുകയും ചെയ്തു. കേളടി നായക് രാജവംശത്തിലെ രാജാക്കന്മാർ ദേവിയെ വിജയത്തിൻ്റെ പ്രതീകമാണെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാൽ അവർ ഒരു യുദ്ധം ജയിക്കുമ്പോഴോ ശത്രുക്കളെ തുരത്തുമ്പോഴോ അവർ വിജയം ദേവിയുടെ മുമ്പാകെ സമർപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയം ജനിച്ച ലിംഗമാണ്. അതിൽ സ്വർണരേഖ പകുതിയായി മുറിക്കുന്നു. അതിൽ ഇടതു പകുതി ദേവത ത്രിദേവികളെ പ്രതിനിധീകരിക്കുന്നു. വലതു പകുതി അവരുടെ ഭാര്യമാരായ പുരുഷ ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നു. മൂകാംബികാദേവിയുടെ 4 കൈകളുള്ള ഒരു പഞ്ചലോക വിഗ്രഹവും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. 4 കൈകളോടുകൂടി പത്മസനാഭവത്തിൽ ഇരിക്കുന്ന മൂകാംബിക 2 കൈകളിൽ ഒരു ശംഖും ചക്രവും ദിവ്യചക്രം പിടിച്ചിരിക്കുന്നു. മറ്റ് 2 കൈകളിൽ അഭയമുദ്രയും അഭീഷ്ടമുദ്രയും വരദമുദ്ര ഉണ്ട്. ഗണപതി, ശിവൻ, വിഷ്ണു, ഹനുമാൻ, സുബ്രഹ്മണ്യൻ, വീരഭദ്രൻ, നാഗദേവതകൾ എന്നിവർക്കുള്ള ഉപക്ഷേത്രങ്ങളുമുണ്ട്. ഫാൽഗുന മാസത്തിലെ രഥോത്സവവും അശ്വതി മാസത്തിലെ നവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. മൂകാസൂരൻ, കൗമാരസുരൻ എന്നും അറിയപ്പെടുന്നു, എന്ന അസുരനെ വധിച്ചതിന് ശേഷം ത്രിദേവിക്ക് ലഭിച്ച പേരാണ് മൂകാംബികാ ദേവി എന്ന് പറയപ്പെടുന്നു. കർണാടകയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടെ എത്തുന്ന ഭക്തരിൽ ഭൂരിഭാഗവും അയൽ സംസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ളവരാണ്. മത-ജാതി വ്യത്യാസമില്ലാതെ മലയാളികൾ കേരളത്തിലെ ജനങ്ങൾ സന്ദർശിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണിത്. കർണാടകത്തിലെ 7 ശക്തി സ്ഥലങ്ങളിൽ ഒന്നാണിത് എന്നാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പ്രമുഖ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ശിവന്റെയും ശക്തിയുടെയും സംയോജിത സാന്നിധ്യത്താൽ ബഹുമാനിക്കപ്പെടുന്നു. കൂടാതെ ശക്തി, മഹാലക്ഷ്മി, സരസ്വതി എന്നിവരുടെ ഒരു അവതാരമായും കണക്കാക്കപ്പെടുന്നു. മൂകാംബിക ദേവിയെ ആരാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഭക്തന് സമ്പത്ത് നേടി ദേവി അനുഗ്രഹിക്കുന്നു എന്നതാണ്. ലക്ഷ്മി ദേവിയുടെ ശക്തികൾ മൂകാംബിക ദേവിക്കുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നതിനാൽ അവൾ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഭൗതിക അഭിവൃദ്ധി നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു.
മൂകാംബിക ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശ്രീ മൂകാംബിക ക്ഷേത്രം പരമ്പരാഗത ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ്. സൗപർണിക നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയിൽ സ്വർണം പൂശിയ ഒരു ശിഖരവും ചെമ്പ് മേൽക്കൂരകളുമുണ്ട്. ഇത് അതിൻ്റെ ആത്മീയ അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്നു. അകത്ത് ദേവിയെ ജ്യോതിർലിംഗത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നു. ഇത് ശിവന്റെയും ശക്തിയുടെയും ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു. കർണാടകയിലെ ബൈന്ദൂർ താലൂക്കിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സൗപർണിക നദി അഥവാ സൗപർണിക നദി. ഇത് വാരാഹി നദി, കേടാതി നദി, ചന്ദ്രനദി, പഞ്ചഗംഗാവലി നദി എന്നറിയപ്പെടുന്നു. ഈ നദി കുംജ നദി എന്നിവയുമായി സംഗമിച്ച് അറബിക്കടലിൽ ലയിക്കുന്നു. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന ഇത് ചിലപ്പോൾ കൊല്ലൂർ നദി എന്നും അറിയപ്പെടുന്നു. ക്ഷേത്ര ഭക്തർ പുണ്യനദിയായി കണക്കാക്കപ്പെടുന്നു. സുപർണൻ എന്നറിയപ്പെടുന്ന ഗരുഡൻ നദിയുടെ തീരത്ത് തപസ് ചെയ്ത് മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ സൗപർണിക എന്ന പേര് ലഭിച്ചു. നദി ഒഴുകുമ്പോൾ 64 വ്യത്യസ്ത ഔഷധ സസ്യങ്ങളുടെയും വേരുകളുടെയും മൂലകങ്ങൾ ആഗീകരണം ചെയ്യുമെന്നും അതിനാൽ അതിൽ കുളിക്കുന്നവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കർണാടകയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു നദിയാണ് സൗവർണിക നദി. പശ്ചിമഘട്ടത്തിലെ കുടജാദ്രി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇത് ബൈന്ദൂർ താലൂക്കിലൂടെ ഒഴുകി കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രത്തിന് സമീപം കടന്ന് അറബിക്കടലിൽ ലയിക്കുന്നു.